ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡെലിവറി വ്ളോഗല്ല. കാരണം വെച്ചാൽ ഞാനും എൻ്റെ ബ്രദറും കൂടി ചേർന്ന് സിനിമയ്ക്ക് പോകണമെന്ന് വെച്ചാൽ സിനിമയ്ക്ക് പോകുന്ന വ്ളോഗാണ്. അതായത് സിനിമയ്ക്ക് പോകുന്ന കൂട്ടത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളും പിന്നെ സിനിമ കണ്ട് ഇറങ്ങിയ ശേഷമുള്ള റിവ്യൂ ആണ്. ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ പറയാനില്ല, എന്നാലും എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള എൻ്റേതായിട്ടുള്ള റിവ്യൂ പറയാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ട്. അതുകൊണ്ട് ഒരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അവനും കൂടി ടിക്കറ്റ് പോകണ വഴിക്കാൻ ഒരു ചായക്കട കണ്ട് അവിടെ നിന്ന് പിന്നെ ഒരു കട്ടനും ഒരു കടിയും കഴിച്ചിട്ട് നൈസിനും അവിടെ നിന്ന് ചലിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു തിയേറ്റർ, അവിടെ നിന്ന് അടുത്ത് തന്നെയായിരുന്നു. പിന്നെ ഞാനും അവനും കൂടി നേരെ അവിടെ നിന്ന് ഇറങ്ങി തിയേറ്ററിലോട്ട് വന്ന് നേരെ കയറി ഉടനെ പാർക്കിലോട്ടിലോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ വണ്ടി അവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് ഞാനും കൂടി തിയേറ്ററിനകത്ത് കയറിയായിരുന്നു. തിയേറ്ററിനകത്ത് കയറിയപ്പോഴാണ് നോക്കണം 15 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്ന സമയം. ഞാൻ വിചാരിച്ചൊരു ട്രെയിലറിൽ ഇട്ട് കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ കുറേ പരസ്യങ്ങൾ മാത്രം ഇട്ട് കാണിച്ചായിരുന്നു. 15 minutes later. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്തു. വേറെ സിനിമയെന്ന് പറഞ്ഞാൽ നമ്മളെ ഫാന്റാസ്റ്റിക് ഫോർ ആണ്, നമ്മളെ MC യൂണിവേഴ്സിറ്റിയുടെ പുതിയ സിനിമ. ഫ്രണ്ട്സ്, അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനും എൻ്റെ കൂടെ സിനിമ കണ്ട് ഇറങ്ങിയായിരുന്നു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ എനിക്കും എൻ്റെ ബ്രദറിനും നല്ലൊരു സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല സിനിമയാണ്. പിന്നെ 4 പേരെ ക്യാരക്ടർ ആർക്കെന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ആൾക്കാരും അവരായിട്ടുള്ള റോള് നല്ലൊരുത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് മിസ്റ്റർ ഫാന്റാസ്റ്റിക് അല്ലെങ്കിൽ റിയോ റിച്ചാർഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മളെ പെട്രോ പാസ്കലാണ്. പെട്രോ പാസ്കൽ കൊള്ളായിരുന്നു, നല്ല അഭിനയമായിരുന്നു. ക്യാരക്ടർ എങ്ങനെ വേണോ ഫാന്റാസ്റ്റിക് ഫോറിൽ നമ്മളെ റിയോ റിച്ചാർഡ്സ് എങ്ങനെയാണെന്ന് നല്ലപോലെ അത്യാവശ്യം അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെനേസ നമ്മളെ സൂസൻ സ്റ്റോമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് നമ്മളെ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിൻ്റെ വൈഫായിട്ട് സൂസൻ സ്റ്റോം ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബെന്നിൻ്റെ ക്യാരക്ടറും പിന്നെ ജോണി അത്യാവശ്യം നല്ലൊരു കൊള്ളായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് 3D സിനിമയായിരുന്നു. എയർസ്പേസിൽ 3D ഉണ്ടായിരുന്നുള്ളൂ. 2D ആയിരുന്നെങ്കിൽ കുറച്ചൊരു കൊള്ളായിരുന്നു തോന്നിയായിരുന്നു. അതേപോലെ തന്നെ VFX കൊള്ളായിരുന്നു, ക്യാമറ ആംഗിളുടെ ഷോട്ടൊക്കെ കൊള്ളായിരുന്നു. പിന്നെ നമ്മളതിനകത്ത് കുറച്ച് സീനൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ടീസറിലുണ്ടായിരുന്ന ഒരാളെ അതിനകത്ത് കാണിച്ചിട്ടില്ല. ആയിരുന്നു വെച്ചാൽ റെഡ് ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അത് ഞാൻ ടീസറിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം. അതായത് ഇതാണ് റെഡ് ഗോസ്റ്റ് എന്ന് പറഞ്ഞ ആൾ. കോമിക്കിലുള്ള ഫോട്ടോയും കൂടി ഞാൻ കാണിച്ചു തരാമേ. ഇതിൻ്റെ സീൻ എന്താണ് കട്ട് ചെയ്തതെന്ന് അറിയത്തില്ല. റൂസോ ബ്രദേഴ്സും കൂടി വന്നപ്പോൾ കുറച്ച് പോർഷൻ കട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കട്ട് ചെയ്ത സീനാണെന്നാണ് തോന്നുന്നത് ഇത്. പിന്നെ അതിനകത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എടുത്തേക്കുന്നത് റൂസോ ബ്രദേഴ്സാണ്. 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, ഒരു എൻഡ് ക്രെഡിറ്റ് സീനുണ്ട്, ഒരു മിഡ് ക്രെഡിറ്റ് സീനുണ്ട്. അതിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ടുള്ള മിഡ് ക്രെഡിറ്റ് സീൻ മാത്രമേ കൊള്ളാള്. അതായത് ഇതിൽ കാണാൻ ഇരിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം കൊള്ളാമെന്നൊരു സംഭവമാണ്. ഞാൻ അത് സ്പോയിലറായിട്ടൊന്നും പറയണില്ല, അത് അത്യാവശ്യം കാണേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ ട്രൂ മാർവൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അത് കണ്ടിട്ടേ ഒരാൾ. അതുപോലെ തന്നെ ഈ 2 മണിക്കൂർ ഉണ്ടായിരുന്ന ഈ സിനിമ അത്യാവശ്യം കൊള്ളാം. ഒരു മാർവൽ ഫാനിന് എന്താണ് വേണ്ടതെന്നുള്ള സാധനമുണ്ട്. എന്തായാലും തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞ സിനിമ. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിൽവർ സർഫറായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട്. അത് കിട്ടിലോട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സിൽവർ സർഫർ അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു ക്യാരക്ടറാണ്. ജൂലിയ ഗാർലാണ് നമ്മൾ സിൽവർ സർഫറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലുള്ള ഒരാളാണ് ഗലാക്ടസിന് അത്യാവശ്യം കോമിക് ആക്യുറേറ്റായിട്ട് തന്നെ കാണിക്കാൻ പറ്റില്ല. പക്ഷേ അത്രയും കളർഫുൾ അല്ലാതെ കുറച്ച് ഡാർക്കായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഗലാക്ടസ് ഞാൻ കോമിക്കിൽ എങ്ങനെയാണെന്നോട് കാണിച്ചില്ല. ഇതാണ് ഗലാക്ടസിൻ്റെ കോമിക്കിലെ ഫോട്ടോ. ഇത്തിരി കളർഫുള്ളാണ്. അതുപോലെ തന്നെ വേറെ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂസൻ സ്റ്റോമിൻ്റെയും റീഡ് റിച്ചാർഡ്സിൻ്റെ മകനായിട്ടുള്ള ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെയും അത് കാണിക്കുന്നുണ്ട്. കോമിക്കിലൊക്കെ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഞാൻ പറയാൻ പറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെന്ന് പറഞ്ഞാൽ 1960 കാലഘട്ടങ്ങളിൽ എടുത്തൊരു സിനിമയാണ്. അതായത് ഫസ്റ്റ് ഇഷ്യൂ ആയിട്ടുള്ള നമ്മളെ ഫാന്റാസ്റ്റിക് ഫോറിലെ ഏറ്റവും ഫസ്റ്റ് കോമിക്ക് റിലീസ് ചെയ്ത വർഷം കൂടിയാണ് 1960 ആ ഒരു കാലഘട്ടത്തിൽ പോലെ തന്നെയാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്, ആ ഒരു രീതിയൊക്കെ. അതുകൊണ്ട് തന്നെ ആവണം സിനിമയുടെ പേര് ഫാന്റാസ്റ്റിക് ഫോർ ദി ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിട്ടേക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഫസ്റ്റ് കോമിക്ക് ഇറക്കിയേണ്ട ഒരു റിമൈൻഡറായിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെയും കാര്യങ്ങളുണ്ട്, അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ അധികം ഇതിന് എക്സ്പ്ലോർ ചെയ്തിട്ട് നിൽക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വീണ്ടും കാണാം ഗൈസ്.